എന്താ മൊത്തം ഇരുട്ടായോ? ഇവനെന്തി? ഇവനെവിടെ പോയെന്ന് ആർക്കറിയാം? സന്ധ്യ മേഡം, ഞാൻ ഓടിപ്പോവല്ല. ആ കണ്ണാടിക്കാരൻ ഓടിപ്പോയി. അത് ഞാൻ കണ്ടതാ. സന്ധ്യ ശരിക്കും ഗുഡ് ഗേളാ. ഞാനാടാ ദീപക്. പുറകെ നിന്ന് പേടിപ്പിക്കുന്നു. മുന്നിൽ പോയി ഡോർ ഇറക്കാൻ പാടില്ലേ? ഓൾറെഡി ട്രൈ ചെയ്ത് ഞാൻ മടുത്തടാ. അത് പെർമിഷൻ ഇല്ലാണ്ട് ഓപ്പൺ ചെയ്യാൻ ഒരു വഴിയില്ല. പേടിച്ച് ചാവണ്ട. ഫോൺ റിംഗ് ആടാ. ഹലോ ഹലോ, എന്തൊക്കെയുണ്ട്? നീയാണോ? പറ. നിങ്ങൾ കഴിച്ചോ? അതേടി, ഞാനിപ്പോ അടിക്കുന്ന ടെൻഷന് ഭക്ഷണം തന്നെയാണ് ആവശ്യം. നീ എന്തു വഴി പറയുന്നത്? പുറത്ത് പോയിരുത്തിന് അകത്തോട്ട് വരുന്നില്ല. അകത്തുള്ള ആൾക്ക് പുറത്തും പോകാൻ പറ്റുന്നില്ല. അയ്യോ, സന്ധ്യ എങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ? നിങ്ങൾ പുറത്തേക്ക് പോവാണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ടു പോ. ഓഹോ, ഞാൻ അവളുടെ അടുത്ത് ഓടിപ്പോകാൻ നോക്കുമ്പോ നീ അവളെയും കൂട്ടിക്കൊണ്ടു പോകാൻ പറയുന്നു. അങ്ങനെയാണോ? അത് ശരി. നീയും അവളൊപ്പം ഒറ്റക്കെട്ടല്ലേ? അവൾ എന്റെ ഫ്രണ്ടിനെ പിടിച്ചു, നീ അപ്പൊ എന്നെ പിടിക്കുമല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ റെഡ് ലൈറ്റ് ആണോ? റെഡ് ലൈറ്റ് അല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ അടി? നീ മാത്രമല്ലടി, നിന്റെ അമ്മയും അമ്മൂമ്മയും എല്ലാവരും റെഡ് ലൈറ്റ് അടി. ഒരു കാര്യം നീ മനസ്സിലാക്കി, ഞാൻ ഇവിടുന്ന് ജീവനോടെ പുറത്തു വന്നാ ആ ഹീറ്റർ എടുത്തോണ്ട് വന്ന് ഏത് ലൈറ്റാന്ന് ഞാൻ കണ്ടുപിടിക്കൂടി. എന്ത് പറ്റിയടാ? എന്റെ ഭാര്യയാടാ. ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയപ്പോ എനിക്കൊരു ഐഡിയയും കൂടി കിട്ടിയടാ. എന്താടാ? സയന്റിസ്റ്റ് അല്ലേ, തന്നെ കണ്ടുപിടി. തമാശ കളിക്കലടാ. ശരിക്കും കാര്യം എന്താന്ന് പറയാടാ. നീ ഇതിന്റെ റിംഗ് ടോൺ കേട്ടില്ലേ? പാതാള ഭൈരവി. എന്റെ ഫേവറേറ്റ് മൂവിയാണത്. 25 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പാതാള ഭൈരവി എന്റെ ഫോണിനകത്ത് തന്നെ ഉണ്ടടാ. മൊബൈലില് പാതാള ഭൈരവിയോ? എത്ര GB ഉണ്ട്? ഒരു ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന നീ എങ്ങനെയാടാ സയന്റിസ്റ്റ് ആയത്? വായ അടച്ചു വെച്ച് ഞാൻ പറയുന്നൊന്ന് കേക്കടാ. ഈ സീനൊന്ന് കണ്ടേ. മഴ പെയ്യുന്ന പോലെ തോന്നുന്നു. മൊബൈൽ അടിച്ചു പോയോ? എടാ, ദേഷ്യം കാണിക്കാനുള്ള എനർജി പോലും എന്റെ ഇല്ലടാ. ആ കണ്ണാടി എടുത്തു വെച്ച് നോക്കടാ. നോക്ക്. ഇപ്പൊ കണ്ട? ഇപ്പൊ ഞാനും വരയ്ക്കാൻ പോവാ. കോലത്തിന്റെ നടുക്കൊരു പുള്ളി വരച്ചു വെക്കണം. ആ പുള്ളിയുടെ നടുക്കൊരു ബോട്ടിൽ വെക്കണം. ഞാനൊരു മന്ത്രം ചൊല്ലുമ്പോ അവൾ ആട്ടുംകുട്ടിയെ പോലെ ചാടി വന്ന് നടുക്ക് വന്നിരിക്കൂടാ. അതിനുശേഷം ഞാനൊരു മന്ത്രം ചൊല്ലൂടാ. ആ സമയത്ത് അവള് ചാടി ബോട്ടിനകത്ത് ഇരിക്കൂടാ. അപ്പൊ തന്നെ ഞാൻ അടയ്ക്കോടാ. പിന്നെ കടലിൽ കൊണ്ട് കളഞ്ഞാ മതിയല്ലോ. കടലിൽ പോവാൻ അവിടുന്ന് ബസ് ഉണ്ടാവില്ലല്ലോ. അതെടാ, ഇല്ലെങ്കിൽ നമുക്ക് വാട്ടർ ടാങ്കിൽ ഇട്ടാലും മതിയല്ലോ. ഗുഡ് ഐഡിയ. കുടി കുടിച്ച് വയറ് നിറയ്ക്കടാ കൊച്ചു കള്ളൻ. ഇതിലും കൂടുതൽ എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ലേ? ഇതാടാ. അതാ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കുടിക്കുന്നേ? പ്രേതകത്ത് ചെല്ലുമ്പോ അതും കുറച്ച് കുടിച്ചോളൂ. കുടിക്കുന്നില്ലെങ്കിൽ അതിൽ കിടന്ന് സിം ചെയ്യട്ടെ. എത്ര കുടിച്ചിട്ടും ഒരു ഫിറ്റും ഇല്ലടാ. പ്രേതത്തെ കുറിച്ച് ഓർക്കുമ്പോ എങ്ങനെ ഫിറ്റ് ആവാനടാ? മൂടിയെടുത്തറിയില്ലടാ. ഇതാണ് നമ്മുടെ എക്സിറ്റ് പാസ്. ആ പ്രേത അകത്തോട്ട് ചെന്ന് കഴിയുമ്പോ നമ്മൾ ഇതിങ്ങനെ അടപ്പോണ്ട് മൂടിയിട്ടേ ചാപ്റ്റർ ഓവർ. നോക്കിക്കോ, ഇരിക്കടാ. ഞാൻ വരയ്ക്കുന്ന കണ്ടില്ലേ? അതിന്റെ ഇടയ്ക്കറിയാ വരയ്ക്കലേ. വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ബോട്ടിൽ ഇവിടെ ഇരിക്കട്ടെ. സന്ധ്യ നമുക്ക് വിളിക്ക്. ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കളത്തി വാ. വന്നത് നോർമലായിട്ടല്ലടാ. ഞാൻ കൊടുത്ത ബർത്ത്ഡേ ഡ്രസ് ഇട്ടിട്ടാ വന്നേ. ഇടാ, ഞാൻ ഇവിടെ കുപ്പിക്കകത്താക്കുമ്പോ നീ മൂടി അടച്ചോണം. മൂടി വെച്ചാൽ മതി. അത് നന്നായി ടൈറ്റ് ചെയ്യും. ഞാനും ഓവറാക്ടിങ്, നീ ഓവറാക്ടിങ് ആവാതടാ. അമ്മേ കാളി, മഹാകാളി, ദൂരെ ഇറങ്ങിപ്പോ. അടച്ചു കഴിഞ്ഞാ? അടച്ചു. എടാ, അവള് കുപ്പിക്കകത്തല്ലട കയറിയത്, ആ റൂമിനകത്തട കയറിയത്. തെറ്റെന്റെ ഭാഗത്താ. കുറച്ചൊരു ക്ലാരിറ്റി പറയണായിരുന്നു. ഒരു പ്രാവശ്യം ട്രൈ നോക്കാം. എടാ, ഇത്തവണെങ്കിലും ശരിയായിട്ട് അടയ്ക്കണേ. ആ, റെഡി. കാളി കാളി മഹാകാളി, ശീഘ്രം എന്റെ മുന്നീ വാ. പിന്നെ വന്നടാ. അവളെങ്ങനെ വരാതിരിക്കും? ഞാനല്ലടാ വിളിച്ചത്. ഇപ്രാവശ്യമെങ്കിലും നീ അവളെ കുപ്പി കയറ്റുവോ? അല്ലാതെ പിന്നെ നീയാണോടാ കയറ്റുന്നേ? അമ്മേ ദേവി മഹാദേവി കാളി, ക്ലാരിറ്റി. ബോട്ടിനകത്ത് പോ. ഇങ്ങനെ കേൾക്കുന്നില്ലേ? പറയൂ. കേൾക്കുന്നുണ്ടാ. ആദ്യം നീ ഉള്ളിൽ പോ, പിന്നെ അവള് കുപ്പിയിൽ കയറിക്കോളൂ. പിന്നെ നീ പുറത്തു വന്ന ഉടനെ ഞാൻ അടച്ചോളാം. പിന്നെ ഞാൻ വായടക്കടാ. നീ കുപ്പിന്ന് പുറത്തു വന്നതിന് ശേഷം ഞാൻ അടയ്ക്കോളൂടാ. ഒന്നും അത് പിന്നെ മാഡം, ഹോള് ചെറുതല്ലേ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അകത്തേക്ക് പോകാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു, പക്ഷേ
എന്തിനാടാ അടിച്ചോണ്ടിരിക്കുമ്പോ ഇവര് ഈശ്വരനെ വിളിച്ചോണ്ടിരിക്കുന്നത്? അടിക്കുമ്പോ നമ്മളല്ലാടെ ഈശ്വരനെ വിളിക്കണ്ടേ? പിന്നെ പിന്നെ എന്തിനാടാ ഈശ്വരനെ വിളിച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞ മനസ്സിലാവില്ലേ? മുഖത്ത് പോവാൻ വേറെ വഴിയില്ലാതായി പോയി. വിരല് പോലും ഇതിനകത്ത് പോകുന്നില്ലല്ലോ. എടാ മന്ത്രം ചൊല്ലാതെ എങ്ങനെ ഉള്ളിൽ പോകാൻ പറ്റും? അവളോട് മന്ത്രം ചൊല്ലാൻ പറ. എടാ നിന്റെ തലയ്ക്കകത്ത് തിയറി അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ഒന്നുമില്ലടാ. നീ എങ്ങനെ സയന്റിസ്റ്റ് ആയി? എന്റെ ചേട്ടന്റെ റെക്കമെൻഡേഷൻ. മനസ്സിലായി. ആ 3 ഡിവൈസ് കൊണ്ടുവന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ റെക്കമെൻഡേഷനിലാണ്. മുഖത്ത് പോ. ചുമ്മാ കിടന്ന് ഒച്ച ഉണ്ടാക്കണം. ഞങ്ങള് പോവാ. മൂക്ക്, ആ മൂക്ക് നീ മൂക്കുകൊണ്ട് ഫസ്റ്റ് ട്രൈ മൂക്കാ? ചെയ്യ്. ആ ട്രൈ ചെയ്യാം. ബ്ലഡി റെക്കമെൻഡേഷൻ. അങ്ങനെ തന്നെ, അങ്ങനെ അങ്ങനെ നീ ഉള്ളിൽ പോ. എന്നാ പിന്നെ നീ കേട്ടണം. നീ കേട്ട്. അടപ്പ്. ഇത് ആരുടെ അടക്ക? എന്തിനാണ് ഇങ്ങനെ മൂടിയും പിടിച്ചോണ്ടിരിക്കുന്നത്? അവരെയൊക്കെ കഷ്ടം നിനക്കാണല്ലോ എന്നെ ഇതിനകത്ത് കയറ്റാൻ. എല്ലാ പ്രശ്നത്തിനും ഈ കുപ്പിയുടെ കാര്യം. ഈ കുപ്പി വേണ്ട, ഒരു കുന്തവും വേണ്ട. അയ്യോ പാവം, ആ കുപ്പി പൊട്ടിപ്പോയല്ലോ. ഈ അടപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? അടപ്പോ? അടപ്പെടുത്ത് നിന്റെ മൂക്കിനകത്ത് കയറ്റണം. എടാ 12 മണിയായടാ. ഈ സമയത്താണ് പ്രേതങ്ങളൊക്കെ ശക്തി പ്രാപിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കയ്യും കാലും ഒടിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ടെറസിന് മുകളിൽ നിന്നെടുത്ത് ചാടാടാ. സന്ധ്യ, സൂര്യ, സന്ധ്യ, 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 സന്ധ്യയോട് നോക്ക്. സന്ധ്യ, സന്ധ്യയോട് നോക്ക്. സന്ധ്യ, ഏയ്, പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നെ കൊണ്ടുപോകാനും പറ്റില്ല. എന്താണെന്നറിയില്ല. പക്ഷെ ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകും. ഞാൻ തനിച്ചെന്തായാലും പോകില്ല. സന്ധ്യയെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് എനിക്ക് അവളെ രക്ഷിക്കാന്നുള്ളൊരു വിശ്വാസം വന്നു.
സോമനാഥ് ബാബ തന്റെ ധ്യാനം കഴിഞ്ഞ് ഹിമാലയത്തിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാധ കൂടിയ പ്രശ്നങ്ങളും അമാനുഷികമായ പ്രശ്നങ്ങളും എല്ലാം ഇദ്ദേഹം പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ രക്ഷിക്കും സന്ധ്യ. ആറ് ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് നടന്നത് മാത്രം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യം വേറൊരു സ്ഥലത്ത് നടന്നെന്ന് പറഞ്ഞാൽ ഞാൻ പോലും വിശ്വസിക്കില്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ രഹസ്യം അങ്ങനെയായിരുന്നു. ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ അങ്ങനെയായിരുന്നു. ഏത് പേപ്പറാണ് വേണ്ട സാറേ? ഇതിലുള്ള ബാബയുടെ ഫോട്ടോ ഈ പേപ്പറിലൊന്നും ഇല്ലല്ലോ. ഇത് ഇന്നത്തെ പത്രം സാർ. ഇന്നത്തെ പേപ്പർ തന്നെയാ? എനിക്കൊന്നും അറിയില്ല സാർ. പക്ഷെ ബാബ സിറ്റിയിൽ എത്തിയെന്നുള്ള സത്യം. ഇന്നവിടെ എന്തോ ധ്യാനമുണ്ട് സാർ. Okay, ആശ്രമത്തിൽ തന്നെയാ സാറേ. AP15AU 6499. ഹലോ സാർ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ സാറേ. എനിക്ക് അർജന്റായി AP15AU 6499 അഡ്രസ് വേണം. ഓക്കെ സാർ, നോക്കിയിട്ട് പറയാം. കാർ നമ്പർ ഒന്ന് പറയാം. 6499. ആ കാറിന് ഇൻഷുറൻസ് ഇന്നാ ചെയ്തിരിക്കുന്നത് സാർ. അയച്ചിട്ടുണ്ട് സാർ, നോക്കിക്കോളൂ. ഇവൻ പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുക. അപ്പൊ വീട്ടിൽ അവൾ ഒറ്റയ്ക്കായിരിക്കുമല്ലേ. അന്ന് മിസ്സായതാ. ഇന്ന് ഞാൻ വിടില്ല. ശ്രുതി.